മതയ്ക്ക് പോവാണ്. ഇങ്ങനെ ഹെയ്ഡാപ്പി പുറകെ സെറ്റാണ്, ഇരിക്കുന്നു. ഹെലമോളിരിക്കുന്നു. ഹേവലൂട്ടൻ കാണിച്ചേ, ഹേലമ്മ മാറിക്കേ, പുറകോട്ട് മാറിക്കേ. ഹേവലൂട്ടൻ ഉറങ്ങുവാണ്. അപ്പം അങ്ങനെ നമ്മള് എവിടെ പോവാ? മതയിൽ പോവാ. എന്നിട്ട് എവിടെ പോവാ? നമ്മള് പ്ലേ ഏരിയ. സോ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അല്ലേ? ഓക്കെ, സീ യു ദേർ. നമ്മള് മദയിൽ എത്തിയിരിക്കുകയാണ്. ഇത് ലാസ്റ്റ് ടൈം പറഞ്ഞ പോലെ തന്നെ ഒമാൻ്റെ പാർട്ടാണ്. പക്ഷെ നമുക്ക് വരാം, വിസിറ്റ് ചെയ്യാം വിത്തൗട്ട് വിസ. നമുക്കിവിടെ വന്നിട്ട് പോവാം. നമ്മൾ നമ്മുടെ കാർ ഓടിച്ച് തന്നെയാണ് എത്തിയിരിക്കുന്നത്. നമുക്കിതാ ഇവിടെയുള്ള ഒരു ഫാമിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ഫാം കാണിച്ചു. ഇനി വേറൊരു ഫാമിലേക്ക് പോകാം. അവിടെയുള്ള കൃഷികളും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. ഓക്കെ, ഇവിടുത്തെ ഈന്തപ്പന തോട്ടങ്ങളാണ്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നതാണ് അൽ സഹ്ന റീചാർജ് ഡാം എന്ന് പറയുന്നത്. ഇത് മദയിലെ ഒരു ഡാമാണ്. പക്ഷെ ഇപ്പോൾ ഇതിനകത്ത് വെള്ളമില്ല. ഒരു നല്ല സ്ഥലമാണ് ആക്ച്വലി. കുട്ടികൾക്കൊക്കെ ഓടി നടന്ന് കളിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വരുവാണെങ്കിൽ അവർ ഇതൊരു ഓടി നടന്ന് കളിക്കാൻ പറ്റും. പക്ഷെ ഇപ്പം നമ്മൾ തൽക്കാലം ഇവിടെ നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങുന്നില്ല കുട്ടികളെയും കൊണ്ട്. ഇനി അടുത്ത സ്ഥലത്തെത്തിയിട്ട് കാണാം. ഇതൊരു ബ്യൂട്ടിഫുൾ സീനറിയാണ്. കാരണം ഇങ്ങനൊരു മലയുടെ ഇടയ്ക്കാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. കഴിഞ്ഞാൽ ഇതൊരു വലിയ മലയാണ്. മഴയൊക്കെ ഉള്ള സമയത്ത് ഇവിടെ അത്യാവശ്യം നല്ലതുപോലെ വെള്ളം ഈ ഡാമിലെത്താറുണ്ട്. ഈ ഒരു ഏരിയകളിലൊക്കെ നല്ലപോലെ വെള്ളം ഉണ്ടാവേണ്ട സ്ഥലങ്ങളാണ്. പക്ഷെ ഇപ്പം അത്യാവശ്യം ചൂടുകാലം ആയതുകൊണ്ടും തണുപ്പ് തുടങ്ങാൻ പോകുന്നതുകൊണ്ടും ഇതിനകത്ത് വെള്ളമില്ല. പക്ഷെ ഇവിടെ ഒത്തിരി രസമാണ് കേട്ടോ ഇവിടെ നിൽക്കാനും. നല്ല കാറ്റും ഇതിൻ്റെ ബിഹൈൻഡിൽ കാണുന്നൊക്കെ അടിപൊളി സ്ഥലമാണ്. ഇങ്ങനെ കുട്ടികൾക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. നല്ല കാറ്റാണ്. അത് കാരണം എൻ്റെ മുടിയൊന്നും മര്യാദയ്ക്ക് ഇരിക്കുന്നില്ല. നല്ല കാറ്റുള്ള സ്ഥലമാണ്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തെത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ഫാമിലെത്തി. ഇവിടെ കുറേ ചെമ്മരിയാടുകളുണ്ട്. ഈ കാണുന്നതെല്ലാം ചെമ്മരിയാടുകളാണ്. നമ്മുടെ നാട്ടിൽ കൂടെ പോകുന്ന പോലത്തെ ഒരു ഫീലാണ്. കാരണം നല്ല വളവും തിരിവും ഒക്കെ ഉള്ള റോഡ്, നല്ല വളവുള്ള ഒരു റോഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ ഇതുവഴി റൈഡിന് വരാൻ വേണ്ടിയിട്ട്. ഒത്തിരി രസമാണ്. ഇപ്പം നിങ്ങളിവിടെ എത്തുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എൻജോയ് ചെയ്യും ഈ സ്ഥലം. ഇനിയിപ്പോൾ നമ്മളൊരു ചെറിയ ഇറക്കം ഇറങ്ങി പോവാം. നസ്വ എത്തിയിരിക്കുവാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വേറൊരു ഫാമിലെത്തിയിരിക്കുവാണ്. അൽ നഹ്വ പാർക്ക് എന്നാണ് ഇതിന് പറയുന്നത്. ഇവിടെയും ഒരു കുളം സെറ്റപ്പ് ഉണ്ട്. ഇതിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അവിടെ നിൽക്കുന്ന പപ്പായ ട്രീ നിറച്ചും പപ്പായകളുണ്ട്. ചെറുതും വലുതായ പപ്പായകളൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽപ്പുണ്ട്. ഇതാണ് ഇവിടുത്തെ ഇറിഗേഷൻ ഫെസിലിറ്റി. ഗോ. ഇവിടെ നല്ലൊരു വാഴ നിൽപ്പുണ്ട്. കുറേ വാഴകളുണ്ട്. അതിലൊരു വാഴ കുലച്ച് നിൽക്കുന്ന കാണുന്നേ.
ഇവിടെ 2 സൈഡിൽ കൂടെയും വെള്ളമൊക്കെ വിട്ടിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഇറിഗേഷൻ ഫെസിലിറ്റി. ഇതുപോലെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. ഒഴുകി വന്നതിന് ശേഷം ഇവിടുന്ന് ഒരു സ്റ്റോപ്പുണ്ട്. അപ്പോൾ ഈ കല്ലെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ വെള്ളം ഇവിടേക്ക് പോകും. അങ്ങനെ ഈ ഫാമിലേക്കുള്ള വെള്ളം കിട്ടുന്നതായിരിക്കും. ഈ ഫാമിലുള്ള ചെടികൾക്കൊക്കെ ഇങ്ങനെ വെള്ളം കിട്ടും. സ്റ്റിൽ ഇവിടെ മാങ്ങയുണ്ട്. ചെറിയ മാങ്ങ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ണി മാങ്ങ അടിപൊളിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ മാവ് നിൽപ്പുണ്ട്. മാവിനോട് ചേർന്ന് തന്നെ ഇവിടെ വാഴ, പിന്നിത് നമ്മുടെ ഡേറ്റ്സ് പാം. ഇത് കൃഷിയിടങ്ങൾ ഒരുക്കിയിട്ടിരിക്കുന്നതാണ്. ഇത് ഈന്തപ്പനയുടെ ചുവട് ഒക്കെ നല്ലപോലെ ഒരുക്കിയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തെങ്ങിൻ്റെയൊക്കെ തടവെടുക്കുന്ന പോലെ തന്നെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് കാണുന്നത് ഒരു വലിയൊരു വാട്ടർ ടാങ്കാണ്. ഓൾമോസ്റ്റ് ഫുൾ വെള്ളമുണ്ട്. ഇതിൽ നിന്നാണ് മറ്റു ചെടികൾക്ക് വെള്ളം എടുത്തുകൊണ്ട് പോകുന്നതും. കാണുന്നതൊക്കെ ബ്യൂട്ടിഫുൾ ഫാമാണ്. അടിപൊളിയാണിത്. കാരണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു റിലാക്സാണ് ഇവിടെ വന്ന് എത്തിക്കഴിഞ്ഞാൽ.
കപ്പളങ്ങയാണ് നിൽക്കുന്നതെന്ന് കണ്ടോ? നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിന് എന്താ പറയുന്നതെന്ന് പറയണേ. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കപ്പളങ്ങ എന്ന് പറയും. ചില നാട്ടിലേക്ക് ഇതിനെ ഓമയ്ക്ക എന്ന് വിളിക്കും. ഇത് നിങ്ങളുടെ നാട്ടിലൊക്കെ പല പല നാടുകളിൽ പല പേരാണ് പറയുന്നത്. എന്താ ഒന്ന് നിങ്ങളുടെ നാടുകളിലൊക്കെ പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഇവിടുത്തെ ആടുകൾക്ക് കൊടുക്കുന്ന പുല്ലാണ്. ഇവിടെ ഒരുപാട് ആട് കൃഷികളുണ്ട്. അപ്പോൾ ആടുകൾക്ക് കൊടുക്കുന്ന പുല്ലാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് ഉള്ളിക്കൃഷിയാണ്. സവോള ഉള്ളിക്കൃഷികളാണ് ഈ കാണുന്നത് മുഴുവനും. ഇതിൻ്റെ സൈഡ് വഴി എല്ലാം കാണുന്ന ഇതാണ്. ഈ കാണുന്ന കൊറിയാണ്ടർ ലീഫ്. ഈ കിടക്കുന്നതാണ് തക്കാളി. ചെറിയ തക്കാളികൾ കിടക്കുന്നുണ്ടോ? അടിപൊളിയാണ് കേട്ടോ. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങളുണ്ട് കാണാനായിട്ടും മനസ്സിലാക്കാനായിട്ടും ഒക്കെ ആയിട്ട്. ഇത് തക്കാളിയാണ്. ഈ കാണുന്നത് മുഴുവൻ ഉള്ളിയുടെ കൃഷികളാണ്. ഇത് ഉള്ളിയാണ്, ക്യാരറ്റല്ല. ഇത് ഉള്ളിയുടെ കൃഷികളാണ് ഈ കാണുന്നത് മുഴുവനും. ഈ കാണുന്നതാണ് സ്വീറ്റ് പൊട്ടറ്റോയുടെ കൃഷിയാണ് ഈ കാണുന്നത്. മധുരക്കിഴങ്ങ്, നമ്മൾ മലയാളത്തിൽ ഇതിന് മധുരക്കിഴങ്ങെന്ന് പറയും. ഇത് മധുരക്കിഴങ്ങിൻ്റെ കൃഷിയാണ് കാണുന്നത്. ഇതാണ് ജർജീറാണിത്. ഇത് സലാഡിനോട് കഴിക്കുന്നതാണ്. ഹലമോളോ ഇവിടെ കിടക്കുന്ന സാധനമാണ്. ഈ കാണുന്നതാണ് ഷുഗർ കെയിൻ. ഈ കാണുന്നതാണ് പുതിനയുടെ കൃഷിയാണ് ഈ കാണുന്നത്. ഓരോ സ്ഥലങ്ങളിലും ഓരോ സാധനങ്ങളാണ് ഇവർ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്നത്. കാണുന്നില്ല. അപ്പൊ പിള്ളേരെല്ലാം ഇതിനകത്തൂടെ എൻജോയ് ചെയ്യുന്നതാണ് കാണുന്നത്. ഇവിടെ പല പല കൃഷികളൊക്കെ എടുത്തതാണ് ഇതിൻ്റെയൊക്കെ. ഇത് എന്തോ ഒരു സാധനമാണ് ഇവിടെ കഴിക്കുന്ന ഒരു ഇതാണ്. ഇത് നിലത്തോട് ഇങ്ങനെ വളർന്ന് കിടക്കുന്ന പറഞ്ഞാണ്. ഇത് കഴിക്കുന്നതാണെന്നാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെയും ഒരു കൃഷിയുണ്ട്. നമുക്കിത് അറിയില്ല. നമ്മുടെ നാട്ടിലേക്ക് എന്താണ് ഇതിന് പറയുന്നത് നമുക്കറിയില്ല. ഇതിലൊരു വെള്ള പൂവൊക്കെ ഉണ്ടായിട്ടാണ് ഈ സാധനം ഉണ്ടാകുന്നത്. ഇതാ മത്തൻ ഇങ്ങനെ കിടപ്പുണ്ട്. മത്തൻ ഒരുപാട് പൂക്കളൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. ഇത് പനീർ എന്ന് പറഞ്ഞൊരു സാധനമാണ് ഈ കാണുന്നത്. ഇത് പനീർ എന്ന് പറഞ്ഞൊരു സാധനമാണ്. പക്ഷെ ഇതെന്താണ് ഉപയോഗിക്കുന്നത് നമുക്കും അറിയില്ല. അതിന് തൊട്ടടുത്ത് നിൽക്കുന്നത് മല്ലിയിലയാണ്. ഒരുപാട് മല്ലിയിലയുണ്ട്. ഏക്കേ ഭയ്യ മൂലി മതലബ് ഈ സാധനമാണ്. ഇത് റാഡിഷാണ്. അതിൻ്റെ ട്രീ ആണ് ഈ കാണുന്നത്. പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത്. ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് കൃഷികളാണ് ഇവർക്കിവിടെ. ഒത്തിരി നല്ല രസമാണ് കാണാനായിട്ടും. ആ ഹേഡൻ്റെ ഒരെണ്ണം അവിടുത്തെ ഞങ്ങൾ പറിച്ചു കൊടുത്താണ് ഹേഡൻ്റെ കയ്യിൽ. വലിയൊരു റാഡിഷ്. ഓക്കെ, നമുക്ക് ഉണ്ടാക്കാം. യെസ്. എൻ്റെ ഈ പുറകെ കാണുന്നതെല്ലാം പല പല തരത്തിലുള്ള കൃഷികളാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതൊക്കെ തന്നെയാണിത്. ഇതാ ഇവിടെ എന്താ പറയുന്നത്, പല പല തരത്തിലുള്ള തട്ടായിട്ടാണ് ഇവർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് രസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോകുമ്പോൾ ഇവിടുന്ന് കുറേ സാധനങ്ങൾ ഇവർ തന്നയക്കും. അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കാണുന്നതാണ് വഴുതനങ്ങ. ഇതിനകത്തൊരു വഴുതന ഓൾറെഡി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ പമ്മി ഇരിക്കുകയാണ്. ഇവിടെ കുറച്ച് ഉണ്ടായി വരുന്നുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ താഴേക്കും ഇങ്ങനെ ഒരുപാട് കൃഷികൾ ഇങ്ങനെ ചെയ്ത് വരുന്നുണ്ട്. ഒരുപാട് നല്ല 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 വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ഇതൊക്കെ പല സാധനങ്ങൾ ഇങ്ങനെ കൃഷി ചെയ്തിരിക്കുന്നതാണ്. പല പല സാധനങ്ങൾ അതൊക്കെ ഇനി ഉണ്ടായി വരണം. ഹെലൻ ഇതാ ഒരു പിടി മല്ലിയിലയായിട്ട് നടന്നു വരുന്നുണ്ട്. ഇതും ഇവരുടെ സാലഡിലിട്ട് കഴിക്കുന്ന ഒരു ഐറ്റമാണിത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഫെയ്ഡം പുതിനയിലൊക്കെ പിടിച്ചുകൊണ്ട് നടന്നു വരുന്നതാണ് കാണുന്നത്. മല്ലിയില കിട്ടി, പുതിനയില കിട്ടി. ഇച്ചു ഹേബലിനെ കൊണ്ട് പോയിരുന്നു. എന്ത് ബ്യൂട്ടിഫുൾ സ്ഥലമാണെന്നറിയത്. ഈ കാണുന്ന എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഇതാണ് സ്വീറ്റ് പൊട്ടറ്റോ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് കാണുന്നത് ഫുള്ള് മലയാണ്.
സ്ഥലമായിരുന്നു കേട്ടോ. അങ്ങനെ കേബിളിനെ ഞങ്ങൾ അതിനകത്ത് വെച്ച് സെറ്റ് ചെയ്തു. ആ സമയത്ത് നമുക്ക് 1-2 ഫ്രണ്ട്സ് അവിടെ വന്ന് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി, പുതുതായിട്ട് അവിടെ വരുന്ന ആൾക്കാരൊക്കെ അവിടെ വന്ന് സംസാരിച്ച് നമ്മുടെ അടുത്ത്. ഭയങ്കര രസമായിരുന്നു. എൻ്റെ പുറകിലൊക്കെ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴത്തേക്ക് നല്ല രസമായിരുന്നു. പിന്നെ ഇവിടെ എന്താ പറയുന്ന ഒരു റെസ്റ്റ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഹെയറിൽ പിന്നെയും പുറത്തിറങ്ങി ആ കാണുന്നൊക്കെ നമുക്ക് അവിടെ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട്. അവിടെ പ്രെയർ റൂമുണ്ട്, വാഷ്റൂമുണ്ട്, അങ്ങനെ എല്ലാ ഏരിയകളും ഉണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഈ മല കയറാൻ വേണ്ടി ആൾക്കാർ വരുന്നും പോകുന്നൊക്കെ ഉണ്ടായിരുന്നു. ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ഏരിയയാണിത്. ഞങ്ങൾ നോക്കുമ്പം തന്നെ കുറേ ആൾക്കാർ ഇതുവഴി കയറി പോകുന്നു ഇറങ്ങി വരുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി സ്ഥലമാണ്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ഇവിടെ തീരുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ Please subscribe, share, like, and comment. See you in the next video. Bye bye.